ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി അവൽ മിൽക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു അവൽ മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ അവൽ മിൽക്ക് രണ്ട് രീതിയിലാണ് ചെയ്യാറ് കേട്ടോ. ഒന്ന് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതും മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യുന്നതും, പിന്നെ ഉള്ളത് അല്ലാതെ എല്ലാം കൂടിയിട്ട് ഉടച്ചിട്ട്, അതായത് പഴവും അവിലും എല്ലാം കൂടി നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണത് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് നന്നായി അടിച്ചെടുത്ത് മിക്സി ജാറൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വേർഷനാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ. ഒരു മീഡിയം ഹീറ്റിൽ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അവൽ ചേർക്കാം. അവൽ നമുക്ക് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വൈറ്റ് അവലാണ്, വെള്ളവലാണ്. ബ്രൗൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പാണ്. മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ എടുത്താലും മതി. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം. അധികം നേരമൊന്നും റോസ്റ്റ് ചെയ്യേണ്ട കേട്ടോ, ഒരു 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. അന്നേരത്തേക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇത് ചൂടായിട്ട് ഒന്ന് റോസ്റ്റായി തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയണത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് നേരമൊന്നും റോസ്റ്റ് ചെയ്യേണ്ട കേട്ടോ, അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കിടന്നിട്ട് ഇത് നല്ലോണം വീണ്ടും ചൂടാവും. അപ്പോൾ നമ്മുടെ അവൽ റെഡിയാണ്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. ബ്ലെൻഡർ ജാറോ എന്തുവാണെങ്കിലും എടുക്കാം. നിങ്ങൾ ജ്യൂസൊക്കെ അടിക്കുന്ന ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ചെറുപഴം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചെറുപഴം നല്ല പഴുത്തതാണെങ്കിൽ നല്ലതാണ്. ഇനി ചെറുപഴം ഇല്ലെങ്കിലും കുഴപ്പമില്ല, റോബസ്റ്റ പഴം യൂസ് ചെയ്താലും മതി. റോബസ്റ്റ പഴം ആകുമ്പോൾ കുറച്ചും കൂടി വലുതല്ലേ, അപ്പോൾ നമുക്ക് 2 എണ്ണം വേണ്ട, ഒരെണ്ണം ഒരു വലുത് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് വറുത്ത കപ്പലണ്ടിയാണ്, അതായത് റോസ്റ്റഡ് പീനട്ട്. നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുക. ഏകദേശം 1 കൈപ്പിടി, അതായത് 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്കുള്ള അളവ് കേട്ടോ, നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പഴത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും, പക്ഷെ അത് പോരാ നമുക്ക്, കാരണം പാലൊക്കെ ചേർക്കുന്നല്ലേ ഇതിനകത്ത്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പിന്നെ ചേർക്കുന്നത് ബൂസ്റ്റാണ്. ഇപ്പോൾ ഇതുപോലൊരു ചെറിയ പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും ചേർക്കണ്ട, ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാം. ഏകദേശം ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ബൂസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കുറേ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഹോർലിക്സ് എടുക്കാം, ഹോർലിക്സ് ചേർത്താൽ മതി. അതും അതെ, 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ml പാല്, അതായത് 1/2 ലിറ്റർ ഇല്ല കേട്ടോ, ഫുള്ളായിട്ട് 1/2 ലിറ്റർ ഇല്ല, ഏകദേശം ഒരു 400 ml പാലുണ്ട്. പാല് നന്നായിട്ട് ബോയിൽ ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കപ്പലണ്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അരയാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. നോക്കി, നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കാം. മധുരമൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് അലങ്കരിക്കാം. നട്ട്സ് ചേർക്കണമെങ്കിൽ നട്ട്സ് ചേർക്കാം, അതല്ലെങ്കിൽ അവിൽ തന്നെ നമുക്ക് കുറച്ചൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തേക്കുവാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അവൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക താഴെ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.